Hello everyone. Welcome to this class on Autoware Skylark. കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ ഓട്ടോനെ ഗ്രീഷനാൻ അപ്ലോഡ് ചെയ്തപ്പോഴേ പറഞ്ഞിരുന്നതാണ് ദാറ്റ് വിൽ ഹാവ് എ സെഷൻ ഓൺ Autoware Skylark വെരി സൂൺ. ബട്ട് ദെൻ ഒരുപാട് തിരക്കുകൾ കാരണം കുറച്ച് ലേറ്റ് ആയിപ്പോയി. സോറി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വെരി ബ്യൂട്ടിഫുൾ പോയം. എല്ലാ റൊമാൻറ്റിക് പോയിട്രിയും അങ്ങനെയാണ്. നമ്മളെ ഭയങ്കര അപ്പീൽ ചെയ്യുന്ന, നമ്മുടെ സെൻസസിനെ ഭയങ്കര അപ്പീൽ ചെയ്യുന്ന കൈൻഡ് ഓഫ് പോയിട്രിയാണ്. അപ്പോൾ ഇന്നത്തെ പോം ഇസ് ഓൾസോ വൺ സച്ച് പോം, വെരി ഫേമസ് പോം. All of us must have at least once in our academic life gone through this poem. അപ്പോൾ അങ്ങനെ ഒരു പോമാണ് Autoware Skylark. Autoware Skylark, as all of you know, it was written by Shelley, perceived by Shelley. He was born in 1792 and he passed away in 1822. നമ്മൾ ലാസ്റ്റ് ഓട്ടോനെ ഗ്രീഷനാണ് സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ റൊമാൻറ്റിക് പോയിട്രിയുടെ ഫീച്ചേഴ്സ്, റൊമാൻറ്റിസിസം എങ്ങനെ ഉണ്ടായി, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അത് ഇനി വീണ്ടും പറയേണ്ട തോന്നുന്നു. ദെൻ റൊമാൻറ്റിസിസം ബിഗാൻ വിത്ത് വേർഡ്സ്വർത്ത് ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ. പിന്നെ ഹൗ ദിസ് ഫർദർ ട്രാൻസ്ഫോം ഇൻ ടു എ റെയിൻ ഓഫ് ടെറർ. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഈ പോയിറ്റ്സിലൊക്കെ ഒരു ഡിസല്യൂഷൻമെന്റ് ഉണ്ടായത്. പിന്നെ ലേറ്റർ റൊമാൻറ്റിക്സ് എങ്ങനെയാണ് വന്നത്. പിന്നെ വേർഡ്സ്വർത്ത് കോൾഡ് ഷെല്ലി, ദേ ആർ കോൾഡ് കൺസർവേറ്റീവ്സ്. ആൻഡ് ഷെല്ലി, ബൈറൺ ഒക്കെ ഒരു ദേ ഹാഡ് എ ഡിഫറെന്റ് സ്റ്റൈൽ. പിന്നെ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഷെല്ലിയിലേക്ക് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് നോക്കാം. ആൻഡ് ദെൻ ദ പോം ഓൾസോ. അപ്പോൾ ഷെല്ലി വാസ് ബോൺ ഇൻ 1792 അറ്റ് ബ്രോഡ്സ്ബ്രിഡ്ജ് ഹീത്ത് നിയർ ഹോഷാം in West Sussex in England. Basically, Shelley was born in 1792 in England. Atre ortha madi for the exam, okay. And he was one of the major English romantic poets, and he was one of the later romantics actually. He was a radical in his poetry. ആള് നമ്മളെല്ലാ കാര്യത്തിലും ഷെല്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് റിബല്യസ്, റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ആളെയാണ് നമ്മുടെ മനസ്സിൽ വരുന്ന പിക്ചർ തന്നെ. ആക്ച്വലി ഷെല്ലി അന്നത്തെ കാലത്തൊന്നും ഒട്ടും പോപ്പുലർ അല്ലാത്ത ഒരുപാട് ഐഡിയാസ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ലൈക്ക് വെജിറ്റേറിയനിസം, പിന്നെ എത്തീസം, പിന്നെ കമ്മ്യൂണിറ്റി ലിവിങ്, ഇങ്ങനത്തെ കുറെ അന്നൊന്നും ദീസ് തിങ്സ് ആർ നോട്ട് റിയലി വെരി കോമൺ. അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്ന ആളാണ് ഷെല്ലി. ആ സമയത്ത് ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ച ആളാണ് ഷെല്ലി എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് പുള്ളി ഒരുപാട് പാംഫ്ലെറ്റ്സ് ഒക്കെ ഇതിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുമുണ്ട്. Now, his second wife was Mary Shelley, എല്ലാവർക്കും അറിയാം, the author of Frankenstein. ആൻഡ് അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് വർക്ക്സ് മീൻസ് ഒരുപാട് ഒരു എന്താണ് പ്രൊഡക്റ്റീവ് ആവാൻ അവരുടെ ഒരു ടുഗദർനെസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ ദേ മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ് വേർ ദേ മെറ്റ് ബൈറൻ. പിന്നെ അവിടെ വെച്ച് കുറേ പോംസ് ഷെല്ലി എഴുതുന്നുണ്ട്. പിന്നെ ഈ ക്വീൻ മാബ്, അലാസ്റ്റർ, അതൊക്കെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ്. ആൻഡ് ഓൾസോ മറ്റേ ലയോൺ ആൻഡ് സിത്ന വിച്ച് വാസ് റീറിട്ടൺ ആസ് റിവോൾട്ട് ഓഫ് ഇസ്ലാം, അതുമൊക്കെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് എഴുതിയ വർക്ക്സ് ആണ്. ആൻഡ് വേറെന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ബെസ്റ്റ് നോട്ട് ഫോർ ഹിസ് ക്ലാസിക് പോംസ് സച്ച് ആസ് ഒസിമാൻഡിയാസ് ഓഡ് ടു വെസ്റ്റ് വിൻഡ്, ടുവേഴ്സ് സ്കൈലാർക്ക്, മ്യൂസിക്, വെൻ സോഫ്റ്റ് വോയിസസ് ഡൈ, ദ ക്ലൗഡ്, ദ മാസ്ക് ഓഫ് അനാർക്കി, ഇതൊക്കെ ആളുടെ ഫേമസ് ആയിട്ടുള്ള പോംസ് ആണ്. നമുക്കിപ്പോൾ എക്സാമിന് സ്കൈലാർക്ക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും വി ആർ ബൗണ്ട് ടു നോ ഈ പോംസ് ഒക്കെ ഷെല്ലിയാണ് എഴുതിയത് അറ്റ്ലീസ്റ്റ് നമ്മൾ അറിയാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ. ആൻഡ് ഹിസ് വേഴ്സ്റ്റ് ഡ്രാമ ഇസ് ചെഞ്ചി 1819. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാട്ടോ. അതായത് ഇപ്പോൾ ഈ റൊമാൻറ്റിക് പോയിന്റ്സ് ഒക്കെ ഒരു ഡ്രാമയെങ്കിലും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ വേർഡ്സ്വർത്ത് ആണെങ്കിൽ ബോർഡറേഴ്സ്, ഷെല്ലി ചെഞ്ചി, ഷെല്ലിക്ക് വേറൊരു വർക്കും ഉണ്ട് പ്രൊമിത്യൂസ് അൺബൗണ്ട്, ഇതൊക്കെ ക്ലോസഡ് ഡ്രാമാസ് ആണ് കേട്ടോ. ആൻഡ് വേറെ ബാക്കി വർക്ക്സും കൂടെ ജസ്റ്റ് നോക്കാം. അപ്പൊ ഇത് അറിഞ്ഞിരിക്കണം ഫോർ ദ എക്സാം. അവര് സിലബസ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും വി ആർ ബൗണ്ട് ടു നോ സം ബേസിക് ഡീറ്റെയിൽസ് അബൌട്ട് എവറി ഓതർ. അപ്പം ഹിയർ ഹിസ് അതർ വർക്ക്സ് ആർ അലാസ്റ്റർ, റിവോൾട്ട് ഓഫ് ഇസ്ലാം, അഡോനൈസ്, പ്രൊമിത്യൂസ് അൺബൗണ്ട്. പിന്നെ പ്രൊമിത്യൂസ് അൺബൗണ്ട് വളരെ ആളുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന വർക്കാണ്. ആൻഡ് ഹെല്ലാസ് ആൻഡ് ലിറിക്കൽ ഡ്രാമ. ആൻഡ് ഹിസ് ഫൈനൽ അൺഫിനിഷ്ഡ് വർക്ക് ദ ട്രയംഫ് ഓഫ് ലൈഫ്. ഇപ്പം നെറ്റ് എക്സാമിന് ചോദിക്കുന്ന പോലെ ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ അങ്ങനൊന്നും പറയില്ല. എന്നാലും യു ഹാവ് ടു നോ ഈ വർക്ക്സ് ഒക്കെ ആരാണ് എഴുതിയത് എന്നുള്ളൊരു സാധനം. ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു നോ ദാറ്റ് കേട്ടോ. നൗ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഷെല്ലിയുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ആണ് വിച്ച് ദേ മേ ആസ്ക് യു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
And in 1811, Shelley anonymously published a pamphlet called The Necessity of Atheism, which was brought to the attention of the university administration, and he was called to appear before the college fellows, including the dean. His refusal to repudiate the authorship of the pamphlet resulted in his expulsion from Oxford on 1811. In 1811, he was expelled from his college, and he wrote this pamphlet called Necessity of Atheism. ഇത് ഞാൻ ഇവിടെ എഴുതാനുള്ള കാരണം ജസ്റ്റ് ടു നോ ദ നേച്ചർ ഓഫ് ദ പോയിന്റ്. ഇങ്ങനെയായിരുന്നു ആളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, just to understand that, and Shelley drowned in a sudden storm on the Gulf of Spezzia. That's how he passed away. And ഞാൻ നേരത്തെ പറഞ്ഞ പോലെ he wrote on a variety of radical topics like vegetarianism. അന്നൊക്കെ ഇതൊക്കെ വളരെ ആരും സംസാരിക്കാത്ത, അധികം ആർക്കും അറിയാത്ത, അല്ലെങ്കിൽ അത്ര പോപ്പുലർ അല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഈവൻ എത്തീസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഇതിനെക്കുറിച്ച് അവരൊക്കെ വളരെ എന്താണ്, അവരൊക്കെ മാറ്റി നിർത്തും സമൂഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ. ഓക്കെ. ആൻഡ് വിൻഡിക്കേഷൻ ഓഫ് നാച്ചുറൽ ഡയറ്റ്, അതാണ് വെജിറ്റേറിയനിസത്തെ കുറിച്ച് പറയുന്ന ഒരു എസ്സേ എന്ന് പറയുന്നത്. ആൻഡ് എ ഡിഫൻസ് ഓഫ് പോയട്രി ഇൻ റെസ്പോൺസ് ടു ഹിസ് ഫ്രണ്ട് തോമസ് ലവ് പീകോക്സ് ആർട്ടിക്കിൾ ദ 4 Ages of Poetry. അപ്പൊ അതിനകത്താണ് പുള്ളിയുടെ ക്രിട്ടിക്കൽ വ്യൂസ് എല്ലാം പറയുന്ന ഒരു വർക്കാണ് ഡിഫൻസ് ഓഫ് പോയട്രി. അഡനൈസ് ആൻഡ് എലജി ഓൺ ദ ഡെത്ത് ഓഫ് ജോൺ കീറ്റ്സ്, പിന്നെ എൻഡീമിയൻ ഹൈപ്പിയൻ. ഇത് ആ വർക്കിന്റെ ഫുൾ ടൈറ്റിലാണ്, വിച്ച് ഇസ് കോമൺലി നോൺ ആസ് അഡനൈസ്. Adonais, an elegy on the death of John Keats, author of Endymion, Hyperion, etc. Now, ഇതിനകത്ത് ഉള്ള ഒരു എല്ലാവർക്കും അറിയുന്ന ഒരു കോട്ടും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. The one remains, the many change and pass, heaven's light forever shines, earth's shadows fly. ഇത് വളരെ ഫേമസ് ആണ്. ആൻഡ് പിന്നെ ഈ ലൈൻസ് ഒക്കെ ആരാ എഴുതിയത്, അല്ലെങ്കിൽ ഇത് ഫില്ല് അങ്ങനൊന്നും ചോദിക്കില്ല. But then നമുക്ക് ഷെല്ലിയുടെ ഒരു വർക്ക് പഠിക്കാനുള്ളപ്പോൾ these are the very basic facts which we are supposed to know about ഷെല്ലി. ഇനി ആർണൽഡ് ഷെല്ലിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, a beautiful and ineffectual angel beating in the void, his luminous wings in wave. അപ്പം ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. Who remarked this about ഷെല്ലി എന്ന് ചോദിച്ചാൽ ആർണൽഡ്. That you have to know കേട്ടോ. ഇനി നമുക്ക് സ്കൈലാർക്കിന്റെ ഫർദർ ഡീറ്റെയിൽസ് നോക്കാം. Let me see if I missed out anything on ഷെല്ലി. Hope I told everything. പിന്നെ ഷെല്ലിയൻ ഹീറോ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഷെല്ലിയുടെ ഓട്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഷെല്ലിയൻ ഹീറോയെ കാണാൻ പറ്റും. ഷെല്ലിയൻ ഹീറോ ഇസ് എ ലീഡർ ഓഫ് ദ പീപ്പിൾ who stands against tyranny, someone who tries to bring about a change, like a harbinger of a new era എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് is what we call as ഷെല്ലിയൻ ഹീറോ. അപ്പൊ ഷെല്ലിയൻ ഹീറോയെ നമുക്ക് ഷെല്ലിയുടെ ഓട്സിലെല്ലാം ഒരുവിധം കാണാൻ പറ്റും. Then there is nothing much I missed out, I think. പിന്നെ ഈ എന്താണ്, ഒരു റെവല്യൂഷണറി സ്പിരിറ്റ് നമുക്ക് ആളുടെ മിക്ക വർക്കിലും കാണാൻ പറ്റും. then ഈ മാസ്ക് ഓഫ് അനാർക്കിയിലൊക്കെ അത് കുറച്ച് കൂടുതൽ കാണാൻ പറ്റും. പിന്നെ that was written in 1819. 1819 ഒരുവിധം ഷെല്ലിയുടെ ഫേമസ് ആയിട്ടുള്ള എല്ലാ വർക്ക്സും എഴുതുന്നത് in 1819 ആണ്. then പിന്നെ ആളുടെ സിമ്പത്തറ്റിക് ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇങ്ങനത്തെ ആളുടെ ഐഡിയാസ് റിഗാർഡിങ് ദ വൊക്കേഷൻ ഓഫ് പോയട്രി അതെല്ലാം പറയുന്നത് ഡിഫൻസ് ഓഫ് പോയട്രിയിലാണ്. ഐ തിങ്ക് ബൈ ദെൻ അത്രയായപ്പോൾ നമ്മൾ ഷെല്ലിയെ കുറിച്ചുള്ള ഒരുവിധ ഡീറ്റെയിൽസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ദ സ്ലൈഡ് കേട്ടോ. അത് മാത്രം മതി. നിങ്ങൾക്ക് HST എക്സാമിന് ഷെല്ലിയെ കുറിച്ച് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നൗ അബൌട്ട് ദ പോം, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1820 വിത്ത് Prometheus Bound. To a Skylark is a lyric poem which is both musical and expressive in origin, and which focuses on the poet's emotional responses to the world outside the self and his relationship to that world. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ടും ആ പോം നമ്മളിപ്പോൾ വായിച്ച് ലൈൻ ബൈ ലൈൻ പറയുമ്പോൾ you will understand what the poem is. It's very musical, very expressive. It is 21 5-line stanzas ആണ് അതിലുള്ളത്. ഓരോ സ്റ്റാൻസയും 5 ലൈൻ വീതമാണുള്ളത്, which is what we call a quintain. പിന്നെ ആ ഒരു സോങ് ഓഫ് ദ സ്കൈലാർക്ക് എന്ന് പറയുന്നത് അതിലൂടെ ഹി സ്പീക്സ് അബൌട്ട് ഹിസ് വിഷൻ ഓഫ് ഫ്യൂച്ചർ, ദ വിഷൻ ദാറ്റ് ഹി ഹാസ് റിഗാർഡിംഗ് ഫ്യൂച്ചർ. പിന്നെ അതിന്റെ റൈം സ്കീം ഇസ് ട്രോക്കി ട്രൈമീറ്റർ ആണ് ആദ്യത്തെ 4 ലൈൻസ്. ട്രോക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രക്ചർ, സ്ട്രെസ്ഡ് ടു അൺസ്ട്രെസ്ഡ് ആണ്. ആൻഡ് അയാം എന്ന് പറയുമ്പോൾ അൺസ്ട്രെസ്ഡ് സ്ട്രെസ്സും. അപ്പൊ ആദ്യത്തെ 4 മീറ്റർ ഇസ് ട്രോക്കി ട്രൈമീറ്റർ, then which is followed by iambic hexameter. അപ്പൊ അതാണ് അതിന്റെ റൈം സ്കീം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ വർക്ക്സിന്റെയും റൈം സ്കീം ഓർത്ത് വെക്കണം കേട്ടോ. They can ask you that. So the first 4 lines are metered and trochaic trimeter.
The fifth in iambic pentameter. Rhyme scheme എന്ന് പറഞ്ഞാൽ AB ആണ്. ആൻഡ് സ്കൈലാർക്കിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ തോമസ് ഹാർഡി ഷെല്ലി സ്കൈലാർക്ക് എന്ന് പറഞ്ഞൊരു വർക്ക് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹിയർ സ്കൈലാർക്ക് ഇസ് എ സിംബൽ ഓഫ് ദ ജോയസ് സ്പിരിറ്റ് ഓഫ് ദ ഡിവൈൻ. what they can ask you is maybe ഈ തോമസ് ഹാർഡിയുടെ ഷെല്ലി സ്കൈലാർക്ക് എന്ന് പറഞ്ഞ ഓർത്ത് വെക്കണം, റൈം സ്കീം ഓർത്ത് വെക്കണം, പിന്നെ 21 5 ലൈൻ സ്റ്റാൻസാസ് ആണ് ദ പോമിൽ ഉള്ളത് എന്ന് ഓർത്ത് വെക്കണം. ആൻഡ് അതിന്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഈവനിങ് വാക്ക് ഇൻ ദ കൺട്രി നിയർ ലിവോനോ, ഇറ്റലി, വിത്ത് ഹിസ് വൈഫ് മേരി ഷെല്ലി. അപ്പം മേരി ഷെല്ലിയുടെ കൂടെ ഇറ്റലിയിലുള്ള ഈവനിങ് വാക്ക് ആണ് ഇതിന്റെ ഇൻസ്പിറേഷൻ. അതിനെ കുറിച്ച് മേരി ഷെല്ലി എവിടെയോ പറഞ്ഞിട്ടുമുണ്ട് കേട്ടോ. അപ്പം ദീസ് തിങ്സ് ഓർത്ത് വെക്കണം. They can ask you questions on these. Okay. Now, ഇനി നമുക്ക് പോം ലൈൻ ബൈ ലൈൻ നോക്കാം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പോം കേട്ടോ. ഞാൻ എപ്പോഴും എനിക്ക് ഈ പോം പഠിപ്പിക്കുമ്പോൾ ഒക്കെ ഐ ഫീൽ ദാറ്റ് ഐ ആം destroying the beauty of the poem, because എല്ലാ പോയിട്രി സെഷൻസിലും ഞാൻ പറയുന്ന പോലെ തന്നെ the more we try to explain a poem, the beauty is lost. അപ്പോൾ നമുക്ക് let's begin. Hail to thee, blithe spirit, bird thou never wert, that from heaven or near it pourest thy full heart in profuse trains of unpremeditated art. അപ്പൊ ഇതിനകത്തൊക്കെ വളരെ ഒരുപാട് ഓഫ് കോഡഡ് ഫ്രേസസും ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട്, പിന്നെ ഈ ഹെയിൽ ടു ദി ബ്ലിതേ സ്പിരിറ്റ് ഒക്കെ വളരെ ഫേമസ് ഓപ്പണിംഗ് ലൈൻ, അത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ സ്പീക്കർ ആദ്യം തന്നെ സ്കൈലാർക്കിനെ വിളിക്കുകയാണ്, ലൈക്ക് ഹീസ് ഹെയിലിംഗ് ഇറ്റ്. ആൻഡ് എന്നിട്ട് സ്പീക്കർ പറയാണ് യു വേ നോട്ട് ജസ്റ്റ് എ ബേർഡ്. ഈ ഒരു എൻറ്റയർ പോയത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ നിസ്സാരമായ ഒരു സ്കൈലാർക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ ബേർഡ്. ആ ബേർഡിനെ ഡിസ്ക്രൈബ് ചെയ്ത് അറ്റ് ദ എൻഡ് വി ഫീൽ ദാറ്റ് ഇത് ബേർഡ് ഇസ് നോട്ട് ജസ്റ്റ് എ സ്കൈലാർക്ക് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആ രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നതാണ് ജനറലി ഷെല്ലിയുടെ ഒരു സ്റ്റൈല്. ഷെല്ലി എപ്പോഴും നമ്മുടെ വെസ്റ്റ് വിൻഡിലാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. വെസ്റ്റ് വിൻഡിനെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് അവസാനം നമുക്ക് ഫീൽ ചെയ്യും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വിൻഡ്, ഇറ്റ്സ് നോട്ട് മിയർലി എ വിൻഡ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിലാണ്, അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. ഹി കീപ്സ് ഓൺ ഡിസ്ക്രൈബിങ് സ്കൈലാർക്ക്. ആൻഡ് ഇൻ ദ എൻഡ് വി ഫീൽ ദാറ്റ് ഓക്കെ ഇത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ബേർഡ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഡിവിനിറ്റിയും ഒക്കെ നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യും ടുവേർഡ്സ് ദ എൻഡ്. അപ്പം നമുക്കിന്ന് നോക്കാം. ഇതിനകത്തുള്ള ഓരോ ലാംഗ്വേജ് അതിനകത്ത് ആള് ചൂസ് ചെയ്തിരിക്കുന്നതും ഇറ്റ്സ് വെരി കെയർഫുള്ളി ഇൻ സച്ച് എ വേ ദാറ്റ് നമുക്ക് ഫീൽ ചെയ്യും ദ കോസ്മോസ് ഹാസ് സം സ്പിരിച്വൽ പവർ, നേച്ചർ ഭയങ്കര ഡിവൈൻ ആണ് നമുക്ക് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിവിനിറ്റിയെ നമുക്ക് നേച്ചറായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആണ് ആളുടെ ലാംഗ്വേജ് ചോയ്സസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. Higher still and higher from the earth thou springest like a cloud of fire, that blue deep thou wingest, and singing still dost soar, and soaring ever singest. അപ്പൊ ബേർഡിന്റെ ഒരു ഫ്ലൈറ്റിനെയും പിന്നെ അതിന്റെ സിംഗിങ്ങിനെയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. The stanza describes the skylark soaring into the sky, singing all the while. അപ്പൊ ഇത് പാടി ഇങ്ങനെ പറന്നു പോവാണ്. It goes higher and still higher from the earth thou springest like a cloud of fire. അതായത് പറക്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ക്ലൗഡ് ഓഫ് ഫയർ. അപ്പം ഇത് തന്നെ ആ ബേർഡിന്റെ ഒരു ഇന്നേറ്റ് പവറിനെ കാണിക്കുന്ന അല്ലെങ്കിൽ അതിന് എംഫസിസ് കൊടുക്കുന്ന ഒരു സിമിലിയാണ് ഇത്, ലൈക്ക് എ ക്ലൗഡ് ഓഫ് ഫയർ. വി സീ ദ സ്കൈലാർക്ക് ട്രാൻസെൻഡിങ് ദ എർത്ത്. എർത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ വേൾഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പൊ അതിൽ നിന്നൊക്കെ പറന്ന് അതങ്ങ് ഡിവിനിറ്റിയിലേക്ക് എത്തുന്ന നമുക്ക് ദ ബേർഡ് സോറിംഗ് ഇൻ ടു ഡിവിനിറ്റി, ദ ബേർഡ് സോറിംഗ് ഇൻ ടു ഹൈറ്റ്സ്, അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ട്രാവേഴ്സ് ദ സ്കൈ വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഡിവിനിറ്റി. Now the sky here is referred to as the deep blue. അതൊരു മെറ്റോണിമി ആണ്. You can see the deep blue എന്ന് പറയുന്നത്, the blue deep എന്ന് പറയുന്നത് it's a sky. സ്കൈയിലേക്ക് നീ പറന്നു പോവാണെന്ന് പറയാണ്. Now in the golden lightning of the sunken sun, over which clouds are brightening, thou dost float and run like an unbodied joy whose race is just begun. അപ്പൊ വീണ്ടും നേച്ചറിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ അത് ആകാശത്തേക്ക് ഇങ്ങനെ പറന്നു പോവാണ്. സൺ സെറ്റ് ചെയ്യുന്ന ആ സമയത്താണ് ഇതിങ്ങനെ മുകളിലേക്ക് പറന്നു പോകുന്നതും ഈ സോങ് നമ്മളല്ല ഷെല്ലി കേൾക്കുന്നതും ഷെല്ലിയിലൂടെ നമ്മൾ കേൾക്കുന്നത്. Now the speaker refers to sunset as the golden lightning of the sunken sun. അപ്പൊ ഈ ഗോൾഡ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് അങ്ങനത്തെ സയന്റിഫിക് ഇപ്പം ഗോൾഡ് ഇസ് എ കെമിക്കൽ, അതേപോലെ തന്നെ ഐ തിങ്ക് സിൽവറിനും ഒരു റെഫറൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒരു ഹൈറ്റൻ ചെയ്യാണ് അതിന്. Sunset is not just a sunset, it is compared to a precious metal like gold. അതേപോലെ തന്നെ ലൈറ്റ്നിങ് ഇവോക്സ് നേച്ചേഴ്സ് ഇന്റൻസ് ആൻഡ് പൊട്ടൻഷ്യലി ഡിസ്ട്രക്റ്റീവ് പവർ. അതിനെയാണ് ആ ലൈറ്റ്നിങ് എന്ന് പറയുന്നത് കാണിക്കുന്നത്.
In the golden lightning of the sunken sun, over which clouds are brightening. അപ്പൊ ആ ക്ലൗഡ്സ് പ്രകാശിക്കുന്നുണ്ട്. And because the sun is in the background, and thou dost float and run like an unbodied joy whose race is just begun. Now the clouds are brightening over the sunlight, subtly reinforcing the association between the sky and divinity. അപ്പോൾ നേച്ചറിനെ ഡിവിനിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ചോയ്സസ് ആണ് ഷെല്ലിയുടെ. ഇതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ദ മോർ വി ട്രൈ ടു എക്സ്പ്ലെയിൻ ദ ബ്യൂട്ടീസ് ലോസ്. Now, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ഒരു സ്റ്റാൻസ് ആണ് കേട്ടോ. The pale purple even melts around thy flight, like a star of heaven in the broad daylight. Thou art unseen, but yet I hear thy shrill delight. അപ്പം നമ്മുടെ ബേർഡ് ഒരുപാട് പൊങ്ങി പൊങ്ങി പറന്നു പോയി കഴിഞ്ഞു. ആൻഡ് എങ്ങനെയാണെന്നറിയോ, ഇതിങ്ങനെ പൊങ്ങി പറന്നു പോകുന്നു, സണ്ണ് സെറ്റ് ചെയ്യാണ്, ഡാർക്ക്നെസ് ഇസ് ക്രീപ്പിംഗ് ഇൻ, ആൻഡ് യുനോ ദ സ്കൈ, ഈ ആകാശം ഇങ്ങനെ മെല്ലെ ഈ കിളിയെ അല്ലെങ്കിൽ ഈ ബേർഡിനെ ഇങ്ങനെ ഒതുങ്ങിയെടുക്കുന്ന ഒരു ഇതുണ്ട്. അത് നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. ദാറ്റ് പെയിൽ പേർപ്പിൾ, ആ ട്വൈലൈറ്റിന്റെ പെയിൽ പേർപ്പിൾ that melts around your flight and you are just enveloped by the sky. And the beautiful imagery aanale. Although the bird cannot be seen anymore, the speaker can still feel its presence. Appo even though നമുക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിലും I can hear the shrill sound of yours. The sky melts around the skylark and it lazily accommodates the bird, slowly opening up only as much as necessary to enclose it. അപ്പൊ ഇതിങ്ങനെ ആ കിളിയെ അല്ലെങ്കിൽ ആ ബേർഡിനെ ഉള്ളിലേക്ക് എടുക്കേണ്ട അത്രമാത്രം ഓപ്പൺ ചെയ്താൽ മെല്ലെ ആ ബേർഡ് ആ ഒരു പെയിൽ പേർപ്പിളിലേക്ക് അങ്ങ് കയറി പോവാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് അല്ലെ. The bird is like a star whose intense glow can't be seen during daylight hours. അപ്പം you are like a star of heaven and we can't see you in the broad daylight. But എന്നാലും ഡേയിലും ആണെങ്കിലും we can hear your shrill delight. And the poet links the skylark and the natural world itself to divinity, infusing nature with a sense of wholeness. അത് throughout the poem നമുക്ക് കാണാൻ പറ്റും, അസോസിയേറ്റിംഗ് നേച്ചർ വിത്ത് ഡിവിനിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഭാഷയുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലാണ്. Next one. Keen as are the arrows of that silver sphere, whose intense lamp narrows in the white dawn clear, until we hardly see, we feel like it is there. അപ്പോൾ നമ്മുടെ സ്കൈലാർക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ ചന്ദ്രന്റെ പ്രകാശം പോലെ, ചന്ദ്രന്റെ ആസ് കീൻ ആസ് ആർ ദ ആരോസ് ഓഫ് ദാറ്റ് സിൽവർ സ്പിയർ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വീണ്ടും സിൽവർ എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ട്. അപ്പം ഇത്തരം പ്രത്യേകതകൾ നമുക്ക് ഷെല്ലിയുടെ പോയട്രിയിൽ കാണാൻ പറ്റും. Now, by likening the moon to a precious metal, this metaphor further glorifies the cosmos. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യൂണിവേഴ്സിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്യാണ് ഇത്തരം പ്രഷ്യസ് മെറ്റൽസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടും. ആൻഡ് നമ്മൾ ആ പോം വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിനെ അല്ലെങ്കിൽ നേച്ചറിലുള്ള ഓരോരോ ചെറിയ ചെറിയ ഒബ്ജക്ട്സിനെ എങ്ങനെയാണ് ഡിവൈൻ ആക്കുന്നത്. ആ ഒരു നമുക്ക് വി കൻ ഫീൽ ദാറ്റ് തിങ്. ആ ഒരു ഡിവിനിറ്റി നമുക്ക് തന്നെ നമ്മുടെ ചുറ്റിലും ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഷെല്ലിയുടെ പ്രസന്റേഷൻ ഓഫ് തിങ്സ്. Now, the moonlight is compared to arrows, plays up the piercing quality of both the skylark's song and those moon's beams. അപ്പോൾ നമ്മുടെ ചന്ദ്രന്റെ പ്രകാശം എങ്ങനെയാണോ, എത്ര കീനായിട്ടാണ് ചന്ദ്രന്റെ the arrows of light of moon comes to us, അതേപോലെയാണ് നിന്റെ സോങ്. അപ്പോൾ അത്രയ്ക്ക് പിയേഴ്സിംഗ് ആണ് അല്ലെ. നമുക്ക് മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞാലും അങ്ങനെയാണ്. ഇറ്റ്സ് വെരി പ്ലെയിൻ, ഇറ്റ്സ് വെരി കാം, ഇറ്റ്സ് വെരി സൂദനിങ്, ബട്ട് ദെൻ ഇറ്റ്സ് വെരി പിയേഴ്സിംഗ്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകും. അതുപോലെ തന്നെയാണ് സ്കൈലൈറ്റിന്റെ സ്ട്രിൽ സോങ്. ദാറ്റ് ഓൾസോ പിയേഴ്സസ് ഇൻ ടു അസ്, ദാറ്റ് ഇൻഫ്ലുവൻസസ് us that deeply. Now, all the earth and air with thy voice is loud, as when night is bare from one lonely cloud, the moon rains out her beams and heaven is overflowed. അപ്പൊ നമ്മുടെ ചുറ്റിനും നിന്റെ പാട്ട് മാത്രമാണ് ഉള്ളത്. എല്ലാം നിന്റെ പാട്ട് കൊണ്ട് ഫില്ലായിരിക്കുകയാണ്. All the earth and air with your voice is loud as when night is bare. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Describes a skylark song completely filling its environment from the sky above to the land down below. മുഴുവനും ആകാശവും ഭൂമിയും എല്ലാം നിന്റെ പാട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. And he compares the skylark to the moon, whose light fills the otherwise empty sky from behind a cloud. അപ്പം ചന്ദ്രനെ പോലെ തന്നെയാണ്. ആകാശത്ത് വേറെ ഒന്നുമില്ല, സ്റ്റാർ ഇല്ല, ഒന്നുമില്ല, ആകെ ഉള്ളതൊരു ലോൺലി ക്ലൗഡ് ആണ്. അപ്പോൾ ആകാശം മുഴുവൻ, the entire sky is filled with the
പിയേഴ്സിങ് ആരോസ് ഓഫ് മൂൺലൈറ്റ്. അതേപോലെ തന്നെയാണ് നിന്റെ സോങ്. നീ അത് മുഴുവൻ, ഈ യൂണിവേഴ്സ് മുഴുവൻ, the entire cosmos is filled with your song. And he personifies both the moon and the cloud. മൂണിന് എന്താ പറയുന്നത്? മൂൺ who rains down her beams. അപ്പൊ നിന്റെ പ്രകാശം ഇങ്ങനെ ചൊരിയാണ്. അതേപോലെ തന്നെ സ്കൈയിലുള്ള ക്ലൗഡ് ഇസ് ഓൾസോ ലോൺലി. അവിടെയൊക്കെ നമുക്ക് പേഴ്സണിഫിക്കേഷൻ കാണാൻ പറ്റും. അപ്പൊ ഇവിടെയൊക്കെ നേച്ചർ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആണ്. നേച്ചർ ഇസ് ആൻ ആക്റ്റീവ് ഫോഴ്സ്. അപ്പൊ അത് നമുക്ക് കാണാൻ കഴിയും. Now, what thou art we know not, what is most like thee? From rainbow clouds there flow not drops so bright to see, as from thy presence showers a rain of melody. അപ്പൊ ഇത്രയൊക്കെ കമ്പയർ ചെയ്തിട്ടും എന്തെല്ലാം കാര്യങ്ങളുമായിട്ട് ഇപ്പോ നമ്മളെ സ്കൈലാർക്കിനെ കമ്പയർ ചെയ്യും. എന്നിട്ടും ഷെല്ലിക്ക് തൃപ്തിയാവുന്നില്ല. ഷെല്ലി പറയാണ്, നീ എന്താന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ. വാട്ട് ദൗ ആർട്ട് വി നോ നോട്ട്, വാട്ട് ഇസ് മോസ്റ്റ് ലൈക്ക് ദീ? നീയുമായിട്ട് ഏറ്റവും ക്ലോസ് റിസംബ്ലൻസ് ഉള്ളത് എന്തിനാണ്? വാട്ട് ഇസ് മോസ്റ്റ് ലൈക്ക് യു? From rainbow clouds there flow not drops so bright to see, as from your presence showers a rain of melody. അപ്പൊ നമുക്ക് ഒരു രീതിയിലും നിന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പൊ ഈവൻ കളർഫുൾ റെയിൻബോ ക്ലൗഡ്സുമായിട്ട് പോലും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നും ഇനഫ് ആകുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണെന്ന് പറയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The speaker still does not feel that any of the comparisons fully capture the Skylark's majesty. The speaker has such difficulty finding an example of natural beauty that will approximate the Skylark's power that the speaker actually requests the birds help asking what is most like. അപ്പം ആൾക്ക് ഒരു നേച്ചറിലുള്ള ഒരു ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല വിച്ച് ക്ലോസ്ലി റിസംബിൾസ് ദ സ്കൈലാർക്ക് ആൻഡ് ഇറ്റ്സ് സോങ്. അതുമായിട്ട് ഏറ്റവും ക്ലോസ് റിസംബ്ലൻസ് ഉള്ളൊരു ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് പോയിട്ട് ബേർഡിനോട് തന്നെ ചോദിക്കുകയാണ്, വാട്ട് ഇസ് മോസ്റ്റ് ലൈക്ക് യു? Human beings cannot classify the Skylark's unique power, remaking what thou art we know not. നീ എന്തുമായിട്ടാണ്, എന്തുപോലെ ആണെന്നുള്ള ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. Cosmic imagery is used to show how delightful the bird song is, and the colorful haze of rainbow clouds cannot compare to the Skylark's song. Hope it's clear enough. Now let's go to the next stanza. ലൈക്ക് ഇനി വീണ്ടും കമ്പയർ ചെയ്യാണ്. ഇത്രയും കമ്പാരിസൺ പറഞ്ഞു, പക്ഷെ എനിക്ക് തൃപ്തിയാവുന്നില്ല. നീയായിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഏതാണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പൊ വീണ്ടും പറയാണ്, യു ആർ ലൈക്ക് എ പോയിറ്റ് ഹിഡൻ ഇൻ ദ ലൈറ്റ് ഓഫ് തോട്ട്, സിംഗിങ് ഹിംസ് അൺബിഡൻ ടിൽ ദ വേൾഡ് ഇസ് റോട്ട്, sympathy with hopes and fears it heeded not. അപ്പൊ ഇവിടെ the speaker likens the skylark to a poet who is hidden in the light of thought. അപ്പൊ ഒരു poetic ക്രിയേഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു എന്താണ് ആർട്ടിസ്റ്റിനെ പോലെയാണ് നീ എന്ന് പറയാണ്. ലൈറ്റ് റെപ്രസെന്റ്സ് ദ പോയിറ്റ്സ് യുണീക് നോളജ് ആൻഡ് ഇൻട്രോസ്പെക്ഷൻ വിച്ച് ഐസൊലേറ്റ്സ് ദ പോയിറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി. അപ്പം ദ പോയിറ്റ് ഇസ് ഹിഡൻ ഇൻ ദ ലൈറ്റ് ഓഫ് തോട്ട്, സിംഗിങ് ഹിംസ് അൺബിഡൻ till the world is wrought to sympathy with hopes and fears it heeded not. അപ്പോൾ സ്പീക്കർ വീണ്ടും പറയാണ്, he refers to the poet's verses as hymns unbidden, emphasizing the spiritual insight of the Skylark's organic spontaneous songs. ആളുടെ പോയിറ്റ്സിന് ആള് ഹിംസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ വളരെ there is a spiritual side to the Skylark's spontaneous songs. The speaker goes on to suggest that the role of poetry in society is to illuminate truths that humanity has overlooked or disregarded. Appo the poet keeps on singing until the world is wrought to sympathy with hopes and fears it heeded not. Appo adu varunathu vare until the humanity allengil the society is illuminated with truths. നമ്മൾ മനുഷ്യരെ ഇത്ര നാളെ ഡിസ്റിഗാർഡ് ചെയ്ത സത്യങ്ങളൊക്കെ സൊസൈറ്റി തിരിച്ചറിയുന്നത് വരെയും the poet keeps on singing hymns. നൈസ് അല്ലേ? ഇനി അടുത്ത ചാൻസ് നോക്കാം. ഇത് ഈവൻ മോർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. Like a high-born maiden in a palace tower, soothing her love-laden soul in secret hour with music sweet as love which overflows above her. അപ്പോ പ്രണയത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു ഹൈബോൺ മെയ്ഡൻ, അവളുടെ പാലസ് ടവറിലിരുന്ന് കവിതകൾ എഴുതുകയാണ്, അല്ലെങ്കിൽ പ്രണയക്കുറിപ്പുകൾ എഴുതുകയാണ്. അപ്പൊ അതുപോലെയുമാണ് നീ. എന്ത് ബ്യൂട്ടിഫുൾ ആണ് അല്ലെ? ഇതുവരെ പറഞ്ഞ എല്ലാ കമ്പാരിസൺസിൽ നിന്നും ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ്. പ്രണയിച്ചവർക്കൊക്കെ അറിയാം എത്രത്തോളമാണ് നമ്മളുടെ എഴുത്തുകൾ നമ്മളെ സൂത് ചെയ്തിട്ടുള്ളത്, കംഫർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതുപോലെയാണ് സ്കൈലാർക്കിന്റെ സോങ്. സ്കൈലാർക്ക് ഇസ് കമ്പയർഡ് ടു എ ലവ് സിക്ക് അരിസ്റ്റോക്രാറ്റിക് യങ് വുമൻ
who secretly sings to comfort herself. അപ്പൊ അവൾ അവിടെ തനിച്ച് അവളുടെ പാലസ് ടവറിലിരുന്ന് she sings. She tries to soothe her love-laden soul in secret hour with music sweet as love which overflows above. അപ്പം ആ ഒരു പ്രണയ കാവ്യങ്ങൾ പോലെയാണ് സ്കൈലാർക്കിന്റെ സോങ്ങും എന്ന് ഷെല്ലി പറയുകയാണ്. The speaker's choice of a high-born maiden who lives in a palace tower emphasizes the great heights that the Skylark reaches. Her song is set to overflow the tower. എങ്ങനെയാണോ നമ്മുടെ ഒരു എന്താണ് പാലസ് ടവറിലിരുന്ന് പ്രണയത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു മെയ്ഡൻ അവളുടെ സോങ് പാടുന്നത്, എങ്ങനെയോ ആണോ അത് ഓവർഫ്ലോ ചെയ്യുന്നത്, അത് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞാണ് അവളുടെ കവിയുകയാണ് അവളുടെ കവിത. അതുപോലെയാണ് ഈ എന്താണ് സ്കൈലാർക്കിന്റെ സോങ്. ഇവിടുത്തെ ഈ ഓവർഫ്ലോയിങ് ഇമേജിൽ നമുക്ക് നേരത്തെ ഈ മൂൺലൈറ്റ് എങ്ങനെയാണ് എർത്തിനെയും സ്കൈനെയും ഒക്കെ അവിടെ ഒക്കെ പരക്കുന്നത്, എങ്ങനെയാണോ അത് ഓവർഫ്ലോ ചെയ്യുന്നത്, അതിനെയും നമുക്ക് ഓർമ്മ വരികയാണ് ആ ഒരു കമ്പാരിസൺ. Now both the poet and the maiden are people hidden away from the rest of society and improves the environment by filling it with beautiful words. അപ്പൊ ഇവരൊക്കെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് അല്ലെ, തനിച്ചിരിക്കുന്നവരാണ്, ഏകാന്തപതികരാണ് ഇവരൊക്കെ. മെയ്ഡൻ ആണെങ്കിലും, അതായത് ഒരു പ്രണയത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു യുവതിയാണെങ്കിലും, പോയിറ്റ് ആണെങ്കിലും, നമ്മുടെ സ്കൈലാർക്ക് ആണെങ്കിലും, these people are all away from the society and they try to improve their own ambience by filling it with beautiful sweet verses. Yeah. In the next, like a glowworm golden in a dell of dew, scattering unbeholden its aerial hue among the flowers and grass which screen it from the view. അപ്പോ യു ആർ ഓൾസോ ലൈക്ക് എ ഗ്ലോ വേം, ഒരു മിന്നാമിനിങ്ങിനെ പോലെയാണ് നീ. മഞ്ഞ് വീണ് കിടക്കുന്ന ഇലയിലും പൂക്കളിലും ഒക്കെ രാത്രി ഇങ്ങനെ പ്രകാശിക്കുന്ന മിന്നാമിനിങ്ങിനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതാണ്, ആ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും ഷെല്ലിയുടെ ലൈൻസിലൂടെ. അത് എല്ലാ റൊമാൻറ്റിക് പോയിറ്റ്സിന്റെയും പ്രത്യേകതയാണ്. Now he's comparing the skylark to a golden worm, golden in a dell of dew, scattering unbeholden its aerial hue. അപ്പോ ആരും കാണാതെ പിന്നിലിരുന്നിട്ട് അതിന്റെ ആ ഒരു ഏരിയൽ കളേഴ്സ് അതിങ്ങനെ സ്കാറ്റർ ചെയ്യാണ്. And among the flowers and grass which screen it from the view. പക്ഷെ നമുക്ക് മിന്നാമിനിനെ കാണാൻ പറ്റില്ല. ഇതൊക്കെ ഇങ്ങനെ നല്ല ഒരു ഗോൾഡൻ ലൈറ്റിൽ നിൽക്കുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. Now the skylark is compared to a glowworm that distributes its light among the plant life of a small valley. അപ്പൊ വീണ്ടും നമുക്ക് ഗോൾഡിന്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. The speaker describes its light as golden, elevating the insect by comparing it to a precious metal. നമ്മൾ നേരത്തെ സെക്കൻഡ് സ്റ്റാൻസയിൽ കണ്ട പോലെ തന്നെ ഇവിടെയും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. Now, like a rose embowered in its own green leaves, by warm winds deflowered, till the scent it gives makes faint with too much sweet those heavy-winged thieves. Again, another beautiful ആയിട്ടുള്ള ഒരു imagery ആണ്. അപ്പം ഇനി നീ ആരെപ്പോലെയാണ് സ്കൈലാർക്ക്? ആരെപ്പോലെയാണ് സ്കൈലാർക്ക്? ഇസ് ലൈക്ക് എ റോസ് embowered in its own green leaves. അപ്പോ ഒരു റോസാപ്പൂവിനെ പോലെയാണ്. ഇറ്റ് ഈസ് embowered with its own green leaves. പക്ഷേ when the warm winds blow, ഈ ലീവ്സ് എല്ലാം മാറിപ്പോയിട്ട് ഇതിന്റെ സെന്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും, അതിന്റെ ബ്യൂട്ടിഫുൾ ഫ്രാഗ്രൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും, വിച്ച് മേക്സ് ഈവൻ ദോസ് ഹെവി വിങ്ഡ് തീവ്സ്. ആരാണ് ഹെവി വിങ്ഡ് തീവ്സ്? നമ്മുടെ തേനീച്ചകളാണ് അല്ലെ. അപ്പൊ ദ ബീസ്, ആ ബീസിനെ പോലും ഫെയിന്റ് ആക്കുന്ന തരത്തിലുള്ള അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത്രയ്ക്ക് മാസ്മരികമായിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് നമ്മുടെ റോസ് ഫ്ലവർ സ്പ്രെഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കൈലാർക്കും. സ്കൈലാർക്കിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്, ഇറ്റ് മേക്സ് us faint. അത്ര സ്വീറ്റ് ആണ് സ്കൈലാർക്കിന്റെയും സോങ് അല്ലെ. Now he compares the skylark to a rose which is sheltered within its leaves until a warm wind carries away its petals and it overcomes nearby bees with its scent. Now a flower scent typically enticing bees to its nectar. സാധാരണ ഒരു പൂവിന്റെ മണം ബീസിനെ അട്രാക്ട് ചെയ്യാണല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ റോസിന്റെ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ സ്വീറ്റ് ദാറ്റ് ഈവൻ a bee becomes faint with too much sweetness. അത്ര സ്വീറ്റ് ആണ്. അതുപോലെയാണ് നമ്മുടെ സ്കൈലാർക്കിന്റെയും സോങ്ങിന്റെയും സ്വീറ്റ്നെസ്. Now he seems to emphasize the overwhelming power of the bird's song as well as the delightfully intoxicating effect that it has on its audience. അപ്പോൾ നമ്മളൊക്കെ മത്ത് പിടിപ്പിക്കുന്ന അത്രയ്ക്ക് മാദകമാണ് സ്കൈലാർക്കിന്റെ സോങ്. അത്രയ്ക്ക് ഇൻടോക്സിക്കേറ്റിംഗ് ആണ്. ഏതുപോലെ ഒരു റോസ് ഫ്ലവറിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണോ ബീസിനെ, ദോസ് ഹെവി വിങ്ഡ് തീവ്സിനെ ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ സ്കൈലാർക്കിന്റെ സോങ് നമ്മളെയും ഇൻടോക്സിക്കേറ്റ് ചെയ്യാണ്. Now,
Sound of vernal showers on the twinkling grass, rain awakened flowers, all that ever was, joyous and clear and fresh, thy music doth surpass. അപ്പൊ നിന്റെ മ്യൂസിക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാത്തിനെയും സർപ്പാസ് ചെയ്യാണ്. അതിനൊക്കെ മുകളിലാണ് നിന്റെ സോങ് എന്ന് പറയുന്നത്. ഏതിന്റെയൊക്കെ? ദ സൗണ്ട് ഓഫ് വേർണൽ ഷവേഴ്സ് ഓൺ ദ ട്വിങ്ക്ലിംഗ് ഗ്രാസ്. അതെന്ത് ബ്യൂട്ടിഫുൾ ആണ് അല്ലെ? സ്പ്രിംഗ് ടൈമിലെ ഷവേഴ്സില് ഗ്രാസിന്റെ മുകളിൽ ഇങ്ങനെ മഴ വീഴുന്ന ശബ്ദം. അതിനേക്കാളും മുകളിലാണ് നിന്റെ പാട്ട്. റെയിൻ അവേക്കൻ ദ ഫ്ലവേഴ്സ്, ഓൾ ദറ്റ് എവർ വാസ് ജോയസ്, ക്ലിയർ ആൻഡ് ഫ്രഷ്. അപ്പം എന്നിട്ട് മഴ വീണിട്ട് അവേക്കൻഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെ കാണാൻ എന്ത് രസമാണ്. പക്ഷെ അതിനേക്കാളും ഒക്കെ ഈ ലോകത്ത് ജോയസ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള എല്ലാത്തിനേക്കാളും മുകളിലാണ് നിന്റെ സോങ്, നിന്റെ സ്വീറ്റ് മ്യൂസിക്. നീ അത്രയ്ക്ക് ഇൻടോക്സിക്കേറ്റിംഗ് ആണ്, നിന്റെ സോങ് അത്രയ്ക്ക് സ്വീറ്റ് ആണെന്ന് നമ്മുടെ ഷെല്ലി പറയാണ്. നമ്മൾ വായിച്ചില്ലല്ലോ. The speaker clarifies that the Skylark song surpasses them in greatness. The speaker mentions the sound of spring rainfall onto grass and flowers, recalling the rose in the dell of dew from the previous stanza. ഡെൽ എന്ന് പറഞ്ഞാല് നേരത്തെ സ്റ്റാൻസിലെ ഡെൽ എന്നൊരു വേർഡ് ആയിരുന്നു. നോട്ട് ദ പ്രീവിയസ്, ഐ തിങ്ക് കമ്മിങ് സ്റ്റാൻസ് ആണ് ഡെൽ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. വിൽ കം ടു ഇറ്റ്. ഓക്കെ. അപ്പോ ഈ റോസും ഒക്കെ, റോസിനേക്കാളും ഒക്കെ ബ്യൂട്ടിഫുൾ ആണ് എന്താ നമ്മുടെ സ്കൈലാർക്കിന്റെ സോങ്. Dell means valley. I'm not able to find out that word Dell. I was searching for that word Dell. Yeah, I'm not able to find it out. Yeah, okay, let's go to the next stanza. Teachers, sprite or bird. നമ്മുടെ വേർഡിനെ ഒരു ഫെയറി എന്നാണ് വിളിക്കുന്നത്. സ്പ്രൈറ്റ് മീൻസ് എൽഫ്, ഫെയറി അങ്ങനത്തെ മീനിങ് ആണ് കേട്ടോ. ടീച്ചേഴ്സ്, sprite or bird, what sweet thoughts are thine? I have never heard praise of love or wine that panted for the blood of a flood of rapture so divine. അപ്പൊ എനിക്ക് പറഞ്ഞു തരൂ. ബേർഡിനോട് തന്നെ അവസാനം നമ്മുടെ ഷെല്ലി പറയാണ്. അപ്പൊ അത്ര ജലസ് ആണല്ലേ ഷെല്ലി സ്കൈലാർക്കിനോട്, സ്കൈലാർക്കിന്റെ സോങ്ങിനോട്. So Shelley is asking the bird to teach us. ബേർഡിനെ ഒരു ഫെയറിനോ സ്പ്രൈറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. What sweet thoughts are there? നിന്റെ ഉള്ളിൽ എന്താ ഇത്രയ്ക്ക് സ്വീറ്റ് ആയിട്ടുള്ള തോട്ട്സ് ഏതാണെന്ന് എനിക്ക് പറഞ്ഞു തരും. I have never heard praise of love or wine that panted for the flood of rapture so divine. അപ്പൊ ഇത്രയും ജോയ്, ഇത്രയും ഡിവൈൻ ജോയ് തരുന്ന വേറെ ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒരു I have never drank wine that caused this flood of joy. അല്ലെങ്കിൽ I have never heard a praise of love that caused such a flood of rapture. ഇങ്ങനത്തെ ഒരു എന്താണ് ഒരു ഗഷ് ഓഫ് ജോയ് എനിക്ക് വേറെ ഒന്നിലും ഉണ്ടായിട്ടില്ല. അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയ നിന്റെ സോങ് ഉണ്ടാവാൻ കാരണമായ നിന്റെ മനസ്സിലെ തോട്ട്സ് എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരൂ എന്ന് ഷെല്ലി സ്കൈലാർക്കിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. റിക്വസ്റ്റ് ആണോ ഡിമാൻഡ് ആണോ? ഇറ്റ്സ് ലൈക്ക് ടീച്ചേഴ്സ് എന്ന് പറയുകയാണ്. Implores Skylark to share its wisdom with humanity, explaining that no form of human communication can match the splendor of its song. ഇത്ര ബ്യൂട്ടിഫുൾ ആയ ഒന്നും നമ്മളുടെ ഹ്യൂമൻ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ ഹ്യൂമൻ കോസ്മോസിൽ ഇല്ല. The speaker's request begins, teachers. അപ്പോൾ അസ് എന്ന് പറയുമ്പോൾ it suggests that the speaker's desire to learn from the Skylark is shared by the audience. അല്ലെ, നമുക്കും തോന്നുന്നുണ്ട്. അപ്പോൾ ആ അസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഷെല്ലി പറയാണ്, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. What is the sweet thoughts that you have in your mind to cause such a beautiful gush of joy? Now, the speaker calls the Skylark a sprite as a magical creature and uses the terms rapture and divine in reference to bird song. As such, the speaker reinforces the Skylark's supernatural power. Maybe rapture and divine എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി സ്കൈലാർക്കിന്റെ ഒരു സ്റ്റേറ്റസ് എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് ചോയ്സസ് ആണ്. Now, lines 6 to 70. Chorus, hymeneal or triumphal chant matched with thine would be all but an empty want, a thing wherein we feel there is some hidden want. Yeah, beautiful. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഹ്യൂമൻ സോങ്സിനെ, നമ്മുടെ ഹ്യൂമൻ സെലിബ്രേറ്ററി സോങ്സിനെ കുറിച്ച് പറയാണ്. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ചില സോങ്ങുകളെ കുറിച്ച് പറയാണ്. അപ്പൊ അതൊക്കെ നിന്റെ പാട്ടിന്റെ മുമ്പിൽ ഇറ്റ് ഓൾ ബിക്കംസ് an empty want. Want means എന്താണ്? ബോസ്റ്റിംഗ് അല്ലെങ്കിൽ പൊങ്ങച്ചം എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അതൊക്കെ പൊള്ളയായി മാറാണ് നിന്റെ ഈ പാട്ടിന് മുമ്പിൽ. അതൊക്കെ നിരർത്ഥകമായി മാറാണ്. അതൊക്കെ വെറും ഹോളോ ആയി മാറാണ്. ദേ ഓൾ ബിക്കം എംപ്റ്റി ഇൻ ഫ്രണ്ട് ഓഫ് യു. അപ്പൊ കോറസ് ഹൈമനിയൽ എന്ന് പറഞ്ഞാല്
ഹൈമൻ, ആസ് യു നോ, നമ്മുടെ എന്താണ് ഗോഡ് ഓഫ് മാരേജ് ആണ്, ഗ്രീക്ക് ഗോഡ് ഓഫ് മാരേജ് ആണ്. കോറസ് ഹൈമനിയൽ എന്ന് പറയുന്നത് മാരേജ് സോങ് എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു ട്രയംഫൽ ചാന്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രേറ്ററി മ്യൂസിക്, ഒരു വിക്ടറിയെ മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മ്യൂസിക്, അതൊക്കെ വെൻ കമ്പയർഡ് ടു യുവർ സോങ് ദേ ഓൾ ബിക്കം ആൻ എംപ്റ്റി വാണ്ട്. അതൊക്കെ വെറും പൊള്ളയായ പൊങ്ങച്ചങ്ങളായി മാറുകയാണ്. a thing wherein we feel there is some hidden want. അപ്പൊ ഞങ്ങളുടെ ഇത്രയും എന്താണ് എലിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും സന്തോഷത്തിൽ ഞങ്ങൾ പാടുന്ന പാട്ടുകൾ പോലും even though such songs lack something when we compare to yours. അപ്പൊ അതിലൊക്കെ എന്തോ ഒരു ലാക്ക് ഉള്ളത് പോലെ തോന്നുകയാണെന്ന് പറയാണ്. We feel there is some hidden want in our chorus, hymeneal or triumphal chant. ഒക്കെ when we compare to your song, it is empty. We feel that there is some hidden want in our songs. So let's read. The speaker goes on to provide additional examples of human communication, particularly victory marches and wedding hymns. അതാണ് നമ്മുടെ chorus hymeneal എന്ന് പറഞ്ഞത്. And in other words, the speaker is talking about celebratory music. But while these things might be outwardly joyful, the speaker insists that they are actually just an empty want. അല്ലെ, അതൊക്കെ ഒരു പൊള്ളയായ പൊങ്ങച്ചം മാത്രമാണ്. It's just an empty boast because they contain some hidden want. They lack something. In short, the birth song makes the speaker realize how hollow or at least incomplete human verses are. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേഴ്സുകളും കമ്മ്യൂണിക്കേഷനും ഒക്കെ നമ്മുടെ സ്കൈലാർക്കിന്റെ പാട്ടിന് മുൻപിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടും ഹോളോ ആയിട്ടും ഒക്കെ മാറുകയാണ്. What objects are the fountains of thy happy strain? What fields or waves or mountains? What shapes of sky or plain? What love of thine own kind? What ignorance of pain? അപ്പോൾ എഗെയിൻ നമ്മുടെ ഷെല്ലിയുടെ ഉള്ളിലെ പോയിന്റിന് ജെലസ് ആവുകയാണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒന്നും എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അപ്പം എനിക്ക് പറഞ്ഞു തരൂ, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് യുവർ ഹാപ്പിനെസ്? വാട്ട് ഒബ്ജക്ട്സ് ആർ ദ ഫൗണ്ടൻസ് ഓഫ് യുവർ ഹാപ്പി സ്ട്രെയിൻ? അപ്പം നിന്റെ ഹാപ്പി മ്യൂസിക്കിന്റെ സോഴ്സ് എന്താണെന്ന് പറഞ്ഞു തരൂ. വാട്ട് ഫീൽഡ്സ് ഓർ വേവ്സ് ഓർ മൗണ്ടൻസ്? വാട്ട് ഷേപ്സ് ഓഫ് സ്കൈ ഓർ പ്ലെയിൻ? ഏതാണ് നിന്നെ ഇത്രയും ഹാപ്പി ആക്കുന്നത്? വാട്ട് ലവ് ഓഫ് ദൈൻ ഓൺ കൈൻഡ്? നിനക്ക് നിന്റെ തന്നെ ഫെലോ ബീങ്സിനോടുള്ള എന്ത് ഇഷ്ടമാണ് ഇത്ര നിന്നെ ഹാപ്പി ആക്കുന്നത്? വാട്ട് ഇഗ്നറൻസ് ഓഫ് പെയിൻ? അവസാനം ചെറിയൊരു പെസിമിസം വരുന്നുണ്ട്. അത് ഷെല്ലിയുടെയും കീറ്റ്സിന്റെയും ഒക്കെ ഒരു പെസിമിസ്റ്റിക് ടോൺ അവസാനം, ഇത്ര റൊമാൻറ്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാലും അവസാനം ഒരു പെസിമിസ്റ്റിക് ടോൺ ഉണ്ട്. After contrasting the Skylark's mastery of song with the limitations of human communication, the speaker seeks more information about the origins of bird's power. എവിടെ നിന്നാണ് നിന്റെ ഈ പാട്ട് വരുന്നത് ചോദിക്കുകയാണ്. The speaker asks the Skylark a series of questions and guesses the source of inspiration for the song. അതിന് ആ സോഴ്സിനെയാണ് the fountains of the happy strain എന്ന് പറയുന്നത് കേട്ടോ. The metaphor suggests that Skylark muses are abundant, powerfully bursting forth like a jet of water. അല്ലെ, അതാണല്ലോ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ എവിടുന്നാണ് ഇതൊക്കെ ഉത്ഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പൊ അത്രയും പവർ ഈ സോങ് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഷെല്ലി പറയുന്നത്. Yeah, that's it. The comparison to a fountain also suggests that nature itself inspires the Skylark's calls. അപ്പം പ്രകൃതി തന്നെയാണ് നിന്റെ പാട്ടിന്റെ ഒക്കെ സോഴ്സ് എന്ന് പറയാണ്. അതേപോലെ തന്നെ നിനക്ക് എന്തൊക്കെയോ വേദനകളാ, നീ അതിനെക്കുറിച്ചൊന്നും ബോധവാനല്ല, അതുകൊണ്ടാണ് നിനക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയി പാടാൻ പറ്റുന്നതെന്നും ഷെല്ലി പറഞ്ഞു വെക്കുന്നുണ്ട്. വേറെസ് വി ഹ്യൂമൻസ് വി ആർ അവെയർ ഓഫ് അവർ പെയിൻസ്. നമ്മളുടെ വേദനകളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആണ്, നമ്മൾ അതിനെക്കുറിച്ച് ഫൊഗറ്റ്ഫുൾ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ പാട്ടുകള് ദേ ലാക്ക് സംതിങ്, ദേ ആർ ഓൾ ഇൻ നീഡ് ഓഫ് സംതിങ് എൽസ്, എന്തൊക്കെയോ ലാക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ബട്ട് യു ആർ ഇഗ്നോറന്റ് ഓഫ് പെയിൻ. Now, yeah, with thy clear, keen joyance, languor cannot be. Shadow of annoyance never came near thee. Thou lovest, but never knew love's sad satiety. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് കേട്ടോ, love's sad satiety എന്നൊക്കെ പറയുന്നത്. അപ്പം with thy clear, keen joyance, languor cannot be. അപ്പം നിന്റെ പാട്ടില് സാഡ്നെസ്സിന് ഇടമില്ല. ലാംഗർ മീൻസ് സാഡ്നെസ് എന്നുള്ള അർത്ഥമാണ്, ദുഃഖം അല്ലെങ്കിൽ സഫറിങ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇത്രയും കീൻ ആയിട്ടുള്ള ഹാപ്പിനെസ് നിന്റെ പാട്ടിൽ അത് മാത്രമാണുള്ളത്. സങ്കടത്തിന് ഒരു സ്ഥാനവും ഇല്ല നിന്റെ പാട്ടില്. There is no shadow of annoyance never came near thee. There is no shadow of annoyance in your songs. Thou lovest. നീ പ്രണയിക്കുന്നുണ്ട്. പ്രണയത്തിന്റെ ആ ഒരു മടുപ്പുണ്ടല്ലോ, that sad satiety of love, അത് അറിയാതെയാണ് നിന്റെ പ്രണയം. നമ്മളുടെയൊക്കെ ഹ്യൂമൻ കൈൻഡിന്റെ പ്രണയം എങ്ങനെയാണ്, നമ്മൾ അത്ര ഇന്റൻസ് ആയിട്ട് പ്രണയിക്കും,
പക്ഷെ then there is that sad satiety of love അല്ലെ. പ്രണയിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഒരുപാട് ഇന്റൻസ് ആയി പ്രണയിച്ച് we reach a stage where we feel that sad satiety of love. പക്ഷെ നമ്മുടെ സ്കൈലാർക്കിന് അതില്ല. You love, but there is no sad satiety. Of course, the speaker receives no response from the Skylark, explaining the inspirations of its artistry. Ultimately, the speaker concludes that the Skylark has not known any suffering or sadness whatever. This is the only explanation that the speaker can find for the bird's elation or its clear, keen joyance. അതുകൊണ്ടാണ് നിനക്ക് ഇത്ര ജോയ്ഫുൾ ആയിട്ട് പാടാൻ പറ്റുന്നത്. അപ്പോൾ നിനക്കതില്ല എന്ന് പറയുമ്പോൾ എനിക്കത് ഉണ്ട് എന്നാണല്ലോ എപ്പോഴും. There is no shadow of annoyance, there is no languor. പക്ഷെ നിനക്കതൊന്നും ഇല്ല. ഞങ്ങളുടെയൊക്കെ പാട്ടുകളിൽ എന്തൊക്കെയോ ലാക്ക് ചെയ്യുന്നത് is because we have experienced this languor, we have this, we are burdened with a lot of annoyance, we experience the sad satiety of love. നിനക്കതൊന്നും ഇല്ല, അതുകൊണ്ടാണ് നിനക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്ര എക്സ്ട്രീംലി ജോയ്ഫുൾ ആയിട്ട് പാടാൻ കഴിയുന്നത് എന്ന് ഷെല്ലി പറയാണ്. The speaker supposes that the bird is unaffiliated by a shadow of annoyance, which means that humankind is affiliated towards the shadow of annoyance. This metaphor suggests that a mass of darkness and irritation hangs over humankind. അല്ലെ, ബേർഡിനതില്ല എന്ന് പറയുമ്പോൾ, ഒരാൾക്കത് ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ it also implies that we have it, അല്ലെ, we are suffering that. Or perhaps humankind leaves such a grim cloud in its wake. അപ്പോൾ നമ്മളുടെയൊക്കെ ഉള്ളിൽ ആ ഒരു സാഡ്നെസ് ഉണ്ട്. Now, waking or asleep, thou of death must deem things more true and deep than the immortals dream. Or how could thy note flow in such a crystal stream? അപ്പോൾ പോയിട്ട് പറയാണ്, നീ ഉറക്കത്തിലാണെങ്കിലും awake ആണെങ്കിലും you have a more deeper, truer, clearer understanding of death. ഞങ്ങളെക്കാളും ഞങ്ങൾ മോർട്ടൽസ് ആണ്, ഞങ്ങളെക്കാളും നിനക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുകൊണ്ടാണ് നിന്റെ സോങ് ഇത്ര ബ്യൂട്ടിഫുൾ ആവുന്നത്, ഇത്ര സ്പോണ്ടേനിയസ് ആകുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയും കൂടെ വായിക്കുമ്പോൾ നമുക്ക് എന്താണെന്നുള്ള കുറച്ചുകൂടെ ക്ലിയറർ ആവും കേട്ടോ. Now let's just read through. The speaker goes on to remark that the Skylark must have a deeper understanding of death than we humans do. The Skylark's conception of death occurs waking or asleep. അതായത് അത് കോൺഷ്യസ് ആയിരിക്കുമ്പോൾ തന്നെ ആവണം എന്നില്ല, അതിന് എങ്ങനെയൊക്കെയോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡെത്ത് ഉണ്ട്, ക്ലിയർ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. Still it contains more depth and insight than any idea of death that people dream. നമ്മളെക്കാളും അണ്ടർസ്റ്റാൻഡിങ് സ്കൈലാർക്കിനുണ്ട്. എന്തിനെ കുറിച്ച്? മരണത്തെ കുറിച്ച്. In other words, people cannot even imagine what the bird implicitly knows about death. The speaker refers to humans as mere mortals to underscore their inferior relationship to death. അപ്പം നമ്മൾക്ക് മരണവുമായിട്ടുള്ള മരണത്തെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വളരെ ഇൻഫീരിയർ ആണ്. നമുക്ക് വി ലാക്ക് ക്ലാരിറ്റി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മളുടെ സോങ്സ് എപ്പോഴും ഒബ്സ്ട്രക്റ്റഡ് ആവുന്നത്, അതിൽ പല കാര്യങ്ങളും ലാക്ക് ചെയ്യുന്നത്, ഇത്ര ജോയ്ഫുൾ ആവാത്തത്, ഇത്ര ഡിവൈൻ ആകാത്തത്. അതുകൊണ്ടാണ് നമുക്ക് മരണത്തെക്കുറിച്ച് ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ്. Whereas the Skylark has that understanding. The speaker believes that the only explanation that accounts for the pure elation of the Skylark's calls is an absence of the worries that plague humankind, such as heartbreak or a fear of death. അപ്പൊ ഈ സ്കൈലാർക്കിന്റെ പാട്ട് ഇത്ര ബ്യൂട്ടിഫുൾ ആകാൻ വേണ്ടി ഉള്ള കാരണം സ്പീക്കർ കണ്ടെത്തുന്നത് ഇസ് ദാറ്റ് ആബ്സെൻസ് ഓഫ് വറീസ്. നേരത്തെ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ പറ്റും, then you are ignorant of pain. What ignorance of pain? ആ ഇഗ്നറൻസ് നിനക്കുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നീ നാളെ കുറിച്ച് വറീഡല്ല, അതുകൊണ്ടാണ് നിനക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയി പാടാൻ പറ്റുന്നത്. നമുക്ക് a lot of worries are there. We are burdened with thoughts about future, sadness about past. ഇതിനൊക്കെ കുറിച്ച് നമ്മൾ വിഷമിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സോങ്സ് അത്ര ബ്യൂട്ടിഫുൾ അല്ലാത്തത്. Now, we look before and after and pine for what is not. Our sincerest laughter with some pain is fraught. Our sweetest songs are that tell of saddest thought. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണിത്. It's really beautiful as well. We look before and after and pine for what is not. നമ്മൾ നമ്മുടെ ഭൂതകാലം നോക്കി, ഇനി വരാനിരിക്കുന്ന കാലം നോക്കി, അതിലൊക്കെ വറീഡാണ്, അതിലൊക്കെ സാഡ് ആണ്. And we don't enjoy the present moment and we pine for what is not. ഇല്ലാത്തത് ഓർത്താണ് നമ്മുടെ ദുഃഖങ്ങളൊക്കെ. ഉള്ളതിനെ ഓർത്ത് നമുക്ക് യാതൊരു സന്തോഷവുമില്ല. ഇല്ലാത്തതിനെ ഓർത്ത് നമ്മൾ വറീഡാണ്, ആങ്ഷ്യസ് ആണ്, സാഡ് ആണ്, അനോയിഡ് ആണ്.
Our sincerest laughter with some pain is fraught. ഈവൻ നമ്മളുടെ ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള പുഞ്ചിരി പോലും അല്ലെങ്കിൽ സന്തോഷം പോലും has some pain. Our sweetest songs are those that tell of saddest thought. ഞങ്ങളുടെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള സോങ്സ് പോലും നമ്മളുടെ ഏറ്റവും വിഷമങ്ങളെ കുറിച്ച് പറയുന്നതാണ്. നമ്മുടെ സോങ്സ് ഒരിക്കലും ഈ സ്കൈലാർക്കിന്റെ സോങ്ങിനെ പോലെ അത്ര ജോയ്ഫുൾ അല്ല, അത്ര യുനോ ഒരു സാഡ്നെസിന്റെ ഒരു അംശം പോലും ഇല്ലാത്തവയല്ല. നമ്മുടെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള സോങ്സ് പോലും ടെൽ ഓഫ് അവർ സാഡസ്റ്റ് തോട്ട്സ്. Now let's read it. The speaker continues to contrast the bird's pure expression of joy with the pitfalls of human communication, which is stained with suffering. നമ്മളുടെയൊക്കെ എപ്പോഴും അങ്ങനെയാണ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ എല്ലാ നാരേറ്റീവ്സും there is an element of suffering. First, the speaker claims that we look before and after and pine for what is not. In other words, people look to the past and the future for guidance. They're always searching for something more, perhaps because they're unsatisfied with what is in front of them or unable to find truth in it. നമുക്ക് നമ്മുടെ മുന്നിലുള്ളതിലൊന്നും സന്തോഷമില്ല, അല്ലെങ്കിൽ അതിലൊന്നും അല്ല നമ്മൾ റിയാലിറ്റി കാണുന്നത്. നമ്മൾ വിചാരിക്കുന്നത് the truth is somewhere else. നമ്മുടെ മുന്നിൽ കാണുന്നതിനെ നമുക്ക് we are not happy with what we have. Regardless, according to the speaker, the immediate experiences and resources of humankind are critically deficient. We always lack something. The term pine emphasizes this extreme longing for something that is not there, that is absent, and recalls a hidden want that poisons even the most celebratory human songs. ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് ഐഡിയ ആണ് പറയുന്നത്. നമുക്ക് നമ്മളുടെ നീഡ്സ് അത്ര കൂടുതലാണ്. നമുക്ക് എപ്പോഴും എന്തൊക്കെയോ ലാക്ക് ചെയ്യുന്നു തോന്നുന്നു. എന്തൊക്കെ ഉണ്ടായാലും നമ്മൾ ഒട്ടും ഹാപ്പി അല്ല, നമ്മൾ പ്രസന്റിൽ ഹാപ്പി അല്ല. വി ആർ ഓൾവേസ് സങ്ക് ഇൻ ദ പാസ്റ്റ്, ഓർ വി ആർ ഓൾവേസ് കൺസേൺഡ് അബൌട്ട് ദ ഫ്യൂച്ചർ. ദർ ഇസ് ഓൾവേസ് ദ ലാക്ക്. Expanding on this idea, the speaker claims that the sincerest expressions of human joy contain pain. Further, our sweetest songs are born from the saddest thoughts. Interestingly, the term sweet appears throughout the poem to characterize the bird song. The speaker even recycles it here to suggest that the human songs that come closest to what replicates the bird's pure joy, even those songs contain extreme suffering. അപ്പോൾ നമ്മളെ ബേർഡിന്റെ പാട്ട് പോലെ ഉള്ള അതുപോലൊക്കെ അടുപ്പം വരുന്ന അത്ര നമ്മുടെ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള സോങ്സ് എന്ന് പറയാവുന്നത് പോലും കണ്ടെയ്ൻ സാഡ്നെസ്. ഇതിനിടയിൽ ഞാൻ ഓർത്തൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ HST എക്സാമിന് ഇപ്പം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. വി ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് പൈൻ ഫോർ വാട്ട് ഇസ് നോട്ട്. അപ്പം ദേ ക്യാൻ ഗിവ് യു എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്. അവരൊരു 4 കോഡ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞു തരും, ആൻഡ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓതേഴ്സിന്റെ പേര് ഇപ്പുറത്തും തരും. അപ്പോൾ അവിടെ തന്നെ യു നീഡ് ടു നോ ഓൾ ദീസ് കൈൻഡ് ഓഫ് ഓഫ്റ്റ് കോട്ടൺ കോഡ്സ് ഒക്കെ ആരുടേതാണെന്ന് കൃത്യമായിട്ട് ഓർമ്മ വരണം കേട്ടോ. They can ask you a question like that. Yeah. Yet, if we could scorn hate and pride and fear, if we were things born not to shed a tear, I know not how thy joy we ever should come near. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഐ ഡോണ്ട് നോ നിന്റെ എത്രത്തോളം അടുത്ത് ഞങ്ങൾക്ക് എത്താൻ പറ്റും എന്നറിയില്ല. The speaker suggests that even if humans were not plagued by such pain, people still would not be able to replicate the bird's joy. അപ്പോൾ നമുക്ക് ഹേറ്റ്രഡും പ്രൈഡും ഫിയറും ഒന്നും ഇല്ലെങ്കിൽ പോലും he is doubtful how much we will be able to replicate your joy and happiness. The speaker's difficulty imagining that humans could approximate the bird's pure expression emphasizes the speaker's own failure to mimic the Skylark's lyrical prowess. അപ്പോൾ നമ്മുടെ ഷെല്ലിയുടെ ആ ഒരു ഡിഫിഡൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഹേറ്റ്രഡും പ്രൈഡും ഫിയറും എല്ലാം നമ്മൾ ഓവർകം ചെയ്താലും, ഇഫ് വി വെർ തിങ്സ് who were born not to shed a tear, സാഡ്നെസ് ഇല്ലാതെ ആയിരുന്നു നമ്മളെങ്കിൽ പോലും നിന്റെ അത്ര അടുത്തെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഷെല്ലി പറയാണ്. This underscores the insurmountable flaws of human communication. അത്ര ഫ്ലോ ആണ് നമ്മുടെ നാരറ്റീവ്സ് ഒക്കെ. ഇത്രയും പ്യൂർ ആയ, ഇത്രയും ജോയ്ഫുൾ ആയ, സാഡ്നെസിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത പാട്ടുകൾ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ഷെല്ലി പറയാണ്. Now, better than all measures of delightful sound, better than all treasures that in books are found, thy skill to poet where thou's corner of the ground. Another beautiful stanza. നമുക്ക് നോക്കാം. The speaker explains that the Skylark's mastery of verse is greater than the work of any poet. അപ്പം your song is better than all measures of delightful sound. അപ്പം ഞങ്ങള് ഹ്യൂമൻ കൈൻഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാരറ്റീവ്സിനെക്കാളും ബെറ്റർ ആണ് നിന്റെ പാട്ട്.
better than all treasures that in books are found. ഞങ്ങളുടെ എല്ലാ നോളജിനെക്കാളും മച്ച് മച്ച് ഹയർ ആണ്, മച്ച് മച്ച് എലവേറ്റഡ് ആണ് നിന്റെ പാട്ട്. Thy skill to point where thou's corner of the ground. അപ്പൊ നീ ഞങ്ങളൊക്കെ കളിയാക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോവാണെന്ന് പറയാണ്. ഇവിടുത്തെ റൈം സ്കീം നോക്കൂ. മെഷേഴ്സ് ട്രഷേഴ്സ് എ എ, സൗണ്ട് ഫൗണ്ട് ബി ബി. അപ്പൊ എ ബി ആൻഡ് അഗൈൻ ഗ്രൗണ്ട് ബി. അപ്പൊ എ ബി ആണ് അതിന്റെ റൈം സ്കീം, മറന്നു പോരുത്. And emphasizes the supremacy of bird song above every lyric ever produced by humans. അപ്പൊ അത്ര സുപ്രീം ആണ് നിന്റെ പാട്ട്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സോങ്സിനെക്കാളും much higher ആണ് നിന്റെ poetry. The speaker refers to the greatest artistic works as treasures, suggesting that they are some of humanity's most valuable possessions. അപ്പം ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ആർട്ട് വർക്ക്സ് എല്ലാം ട്രഷേഴ്സ് തന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ അത്രയും റിച്ച് ആയിട്ടുള്ള, അത്രയും വാല്യുബിൾ ആയ സാധനം പോലും നിന്റെ അടുത്ത് എത്തുന്നതേ ഇല്ല. All of them pale when it is compared to Skylark song. Skylarkന്റെ സോങ്ങിന്റെ മുമ്പിൽ നമ്മളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിയേഷൻസ് പോലും വിളറി പോവുകയാണ്. Finally, the speaker refers to the Skylark as corner of the ground. Scorn means എന്താണ്? കളിയാക്കുക, ആ ഒരു അർത്ഥമാണ്. This marks the first time that the Skylark is seen as actively antagonistic to humankind. അപ്പൊ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണെന്ന് നമുക്ക് ഇപ്പോഴാണ് തോന്നുന്നത്, അല്ലെ? That was corner of the ground. Therefore, as the poem draws to a close, the Skylark's skill is more directly contrasted with human failures. അപ്പം നീ എത്രയ്ക്ക് സങ്കടമില്ലാതെയാണോ പാടുന്നത്, അത്രത്തോളം ഞങ്ങളുടെ പാട്ടുകൾ ഇൻഫീരിയർ ആണെന്നാണ് പോയിന്റ് പറയുന്നത്. ആ ഒരു ഷാർപ്പ് കോൺട്രാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ വീണ്ടും പറയാണ്, ലാസ്റ്റ് സ്റ്റാൻസ് ആണ്. Teach me half the gladness that thy brain must know, such harmonious madness from my lips would flow. The world should listen then as I am listening now. Harmonious madness എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ ആ പ്രയോഗമൊക്കെ തന്നെ. അപ്പൊ നീ നിന്റെ സന്തോഷത്തിന്റെ പകുതി എനിക്ക് പറഞ്ഞു തരൂ, നിന്റെ ബ്രെയിനിന് അറിയാവുന്ന ഗ്ലാഡ്നെസിന്റെ പകുതി എനിക്ക് പഠിപ്പിച്ചു തരൂ. സച്ച് ഹാർമോണിയസ് മാഡ്നെസ് ഫ്രം മൈ ലിപ്സ് വുഡ് ഫ്ലോ. അപ്പൊ നിനക്കുള്ള ഗ്ലാഡ്നെസിന്റെ പകുതിയെങ്കിലും നീ എനിക്ക് പറഞ്ഞു തന്നാൽ I will be able to create such harmonious madness. ഹാർമണി ഉണ്ട്, ബട്ട് ഈവൻ ദെൻ there is chaos in it, അല്ലെ? അവിടെയൊക്കെ സ്ട്രക്ചർലെസ്നെസ് ഉണ്ട്. ഹാർമണി is there, at the same time there is chaos. There is beauty in the chaos. അതാണ് പോയിന്റ് പറയുന്നത്. സോ അപ്പം അത്രയും ഹാർമോണിയസ് മാഡ്നസ് വിൽ ഫ്ലോ ഫ്രം മൈ ലിപ്സ് വിച്ച് ദ വേൾഡ് വിൽ ലിസൺ. എങ്ങനെ ലോകം എന്റെ പാട്ടുകൾ കേൾക്കും? ഏതുപോലെ? ഞാനിപ്പോ നിന്റെ പാട്ട് എത്ര ആരാധനയോടെയും അഡോറേഷനോടുകൂടിയും ഓവോടുകൂടിയും ഒക്കെയാണ് കേൾക്കുന്നത്. അതേപോലെ ദ വേൾഡ് വുഡ് ലിസൺ ടു മൈ ഹാർമോണിയസ് മാഡ്നസ് വിത്ത് സച്ച് അഡോറേഷൻ, അമേസ് ഒക്കെ ആ രീതിയിൽ ലോകവും എന്റെ പാട്ട് കേൾക്കും. അപ്പൊ യു പ്ലീസ് ടീച്ച് മീ half your gladness. Now, to a Skylark concludes with one final plea to the bird. The speaker asks that the Skylark teach me half the gladness that their brain must know. The terms teach, brain, know ഇതൊക്കെ സ്കൈലാർക്കിന്റെ വിസ്ഡത്തിനെയും ഒക്കെ കാണിക്കുന്നതാണ്. which still eludes the speaker despite deep contemplation of the Skylark's skill. അപ്പൊ ഇത്രയൊക്കെ ഞാൻ ആലോചിച്ചിട്ടും എനിക്ക് പിടി കിട്ടുന്നില്ല. You have to teach me your wisdom. Accordingly, the speaker does not just request but actually instructs the bird to share its knowledge. This command displays the speaker's desperate and persistent desire to learn from the Skylark. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ നിന്നെ നോക്കി കണ്ടംപ്ലേറ്റ് ചെയ്തിട്ടും I am not able to understand. Please teach me your gladness. Please tell me the source of your song, source of your joy. Okay. Now, the speaker wishes to replicate the harmonious madness of the bird song, emphasizing the beauty within its chaos. Now, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. The speaker hopes that people will consider the speaker's own verses with the same fascination and consideration that the speaker displays throughout the poem. അപ്പം നമ്മുടെ പോയിറ്റിന് എങ്ങനെയാണോ ഫാസിനേഷനും ഓവും ഒക്കെ ഉള്ളത്, അതേപോലെ തന്നെ വേൾഡ് പോയിറ്റിന്റെ സോങ്ങിനോടും അതൊക്കെ കാണിക്കട്ടെ എന്ന് പറയുകയാണ്. പോം ഇസ് ഓവർ. വെരി ബ്യൂട്ടിഫുൾ പോം, അല്ലേ? ഇനി ഇതിനകത്ത് സിമ്പിൾസ് ആണ്. സ്കൈലാർക്ക് ഒരു സിമ്പിൾ ആണ്. പിന്നെ സ്കൈലാർക്ക് ഇസ് എ സിമ്പിൾ ഓഫ് എന്താണ്? റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ബൗണ്ട്ലെസ് ആയിട്ടുള്ള സന്തോഷത്തിന്റെ ഒരു സിമ്പിൾ ആണ് സ്കൈലാർക്ക് എന്ന് പറഞ്ഞാൽ. അൺമിറ്റിഗേറ്റഡ് ജോയുടെ സിമ്പിൾ ആണ്, ഫ്രീഡത്തിന്റെ സിമ്പിൾ ആണ്, സ്പിരിച്വൽ ഫുൾഫിൽമെന്റിന്റെ സിമ്പിൾ ആണ്, ഡിവിനിറ്റിയുടെ സിമ്പിൾ ആണ്, ഒക്കെയാണ്. Now, these things are all out of reach for human beings. നമുക്ക് ഒരിക്കലും ബൗണ്ട്ലെസ് ജോയ് ഇല്ല. നമുക്ക് ഒരിക്കലും എന്താണ്
റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഫ്രീഡം ഇല്ല, നമുക്ക് ഒരിക്കലും സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ഇല്ല. വി ഓൾവേസ് ലാക്ക് സംതിങ്. അപ്പം സോ ദ പോം ഇംപ്ലൈസ് ഹ്യൂമൻ ബീങ്സ് ഇൻസ്റ്റന്റ് റിമെയിൻ ഫോർ എവർ വെയ്ഡ് ഡൗൺ ബൈ സാഡ്നെസ് ആൻഡ് പെയിൻ. അപ്പൊ നമുക്ക് എപ്പോഴും വിഷമവും ദുഃഖവും ഒക്കെ എപ്പോഴും ഉണ്ടാ എന്ന് പറയാണ്. Whereas Skylark is ignorant of such pains and burdens. Now, lightum skyയും ഒരു സിമ്പിൾ ആണ്, which represents spiritual insight and knowledge. ആ ഫസ്റ്റ് സ്റ്റാൻസയിലൊക്കെ കാണാം, ത്രൂ ഔട്ട് കാണാം, എന്നാലും ഫസ്റ്റ് 2-3 സ്റ്റാൻസാസിൽ കുറച്ചും കൂടി ഉണ്ട്. ആൻഡ് വാട്ടർ, റെയിൻ ആൻഡ് ഫ്ലഡ്സ്, ദാറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് വാട്ടർ. ഒരു ഇൻസ്പിറേഷന്റെ സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. മറ്റേ ഫൗണ്ടൻ എന്നൊക്കെ പറയുന്നില്ലേ, ഫൗണ്ടന്റെ സോഴ്സ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അവിടെ. പിന്നെ റെയിൻ എന്ന് പറയുന്നുണ്ട്, ഫ്ലഡ്സ് ഉണ്ട്, ഫ്ലഡ് ഓഫ് ജോയ് എന്ന് പറയുന്നുണ്ട്. These are all symbols of divinity, spiritual insight, boundlessness അതിനൊക്കെ സിമ്പിൾസ് ആണ്. അപ്പോ ഹോപ്പ് അതിനകത്ത് ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. പോം വൺ ടൈം നിങ്ങൾ വായിച്ചാൽ തന്നെ യു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, യു വിൽ ബി ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് വിൽ ബി ആസ്ക്ഡ് ഇൻ ദ എക്സാം. they will ask you very direct questions. നിങ്ങൾ എത്രത്തോളം ആ പോം എൻജോയ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ആ പോം വായിച്ചിട്ടുണ്ടെന്ന് മാത്രമായിരിക്കും അവർ ചെക്ക് ചെയ്യുക. പിന്നെ ആ ഫസ്റ്റ് 2 സ്ലൈഡ്സിലുള്ള ഷെല്ലിയുടെ കുറച്ച് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കണം. പിന്നെ ഇതിന്റെ റൈം സ്കീം ഓർക്കണം, മറക്കരുത്. ട്രോക്കിക് ട്രൈമീറ്റർ ഫോളോഡ് ബൈ അയാംബിക് ഹെക്സാമീറ്റർ ആണ്. പിന്നെ ABABB ആണ് അതിന്റെ റൈം സ്കീം. പിന്നെ 5 ലൈൻ സ്റ്റാൻസാസ് ആണുള്ളത്, 21 5 ലൈൻ സ്റ്റാൻസാസ്. അപ്പൊ അത്രയൊക്കെയാണ് ഓർക്കാനുള്ളത്. പിന്നെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, പിന്നെ ഓപ്പണിംഗ് ലൈൻ, ക്ലോസിംഗ് ലൈൻ, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം കേട്ടോ. ആൻഡ് വേർ ഇറ്റ് വാസ് പബ്ലിഷ്ഡ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കുക. Hope I have met your expectations. Thank you so much for listening to me. All the best for your HST exam.